ഇന്ന് നമുക്കൊരു മീൻ പീര ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഈ മത്തിയുടെ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ ചെറിയ നെത്തോലിയോ പൊടിമീനോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിപ്പോൾ കുഞ്ഞു മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മത്തിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി ഒരു 5-8 വെള്ളത്തിൽ കഴുകി ഉപ്പില്ലേ കല്ലുപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി എടുക്കണം. ഞാൻ അതിന് ശേഷം കുടംപുളി വെള്ളത്തിലിട്ടേക്കും. ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് മീൻ കഴുകിയെടുക്കുന്നത്. അങ്ങനെ കഴുകിയെടുത്താൽ നമുക്കൊരു ശകലം പോലും ഉളുമ്പുമണം കാണത്തില്ല മീൻ. പിന്നെ ഞാൻ മീനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുടംപുളിയുടെ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി ഞാനിവിടെ കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരിമുളകിന് പകരം പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. ഇനി ഞാൻ ഈ മത്തിയൊക്കെ ഇവിടെ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. മത്തി നല്ലതുപോലെ കഴുകണം കേട്ടോ, അല്ലെ ഉളുമ്പുമണം ഉണ്ടാകും. ഇനി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറൊക്കെ ഒന്ന് എടുക്കാം. ആ ജാറിനകത്തേക്ക് നമുക്ക് ആ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടാം, അല്ലെങ്കിൽ ചതയത്തില്ല. ഒന്ന് ഇഞ്ചി മുറിച്ചിട്ടു. അതിന് ശേഷം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പിന്നെ ചെറിയ ഉള്ളിയില്ലേ, ഞാനൊരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്ത് കാന്താരിമുളകും ഇട്ടൊന്ന് ചതച്ചാൽ മതി കേട്ടോ. അരയൊന്നും വേണ്ട. നമ്മൾ തോരത്തിനൊക്കെ ഒന്ന് ചതച്ചെടുക്കത്തില്ല, അതുപോലെ ഒന്ന് ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചട്ടിയൊക്കെ എടുക്കാം. ആ ചട്ടിക്കകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ തേങ്ങ കൂടി ഇടാം. തേങ്ങ ഞാൻ ചതയ്ക്കുന്നില്ല, കാരണം തോരൻ പോലെ എടുക്കുന്നതല്ലേ പീര. അപ്പോൾ അതുകൊണ്ട് ചതച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് അരഞ്ഞു പോകും. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ട് അതൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് നമ്മൾ ആ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയില്ലേ, ആ മത്തിയും കൂടെ പെറുക്കിയിട്ട് കൊടുക്കാം. പെറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് കൈവച്ചൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ആ കുടംപുളി വെള്ളത്തിലിട്ട കുടംപുളിയും പിന്നെ അതിൽ നിന്നൊരു കുറച്ച് വെള്ളം, നമുക്ക് ആ മീനൊന്ന് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയേ, അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു മൂടിയൊക്കെ വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. എന്നിട്ട് ഞാൻ മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഇളക്കരുത്, കാരണം മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവും. എന്നിട്ട് നമുക്കൊരു മൂടിയൊക്കെ വെച്ച് വീണ്ടും ഞാൻ അടച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ശകലം വെള്ളമയത്തോടെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ വാങ്ങി വയ്ക്കുമ്പോൾ പറ്റിപ്പോവും. ഞാൻ അതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ മുകളിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെച്ചൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് ആ വെള്ളമൊക്കെ പറ്റി വൃത്തിയായി ഇരിപ്പുണ്ട് കണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ അല്ലെ മത്തിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് പീര വെച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.